ലിംഗമാറ്റ ശസ്ത്രക്രിയ നിയമാനുസൃതമായ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും കുട്ടികളെ ദത്തെടുക്കുന്നത് തടയുന്ന നിയമം പാർലമെന്റ് പാസാക്കി. കുട്ടികൾ ഇല്ലാതെ ജീവിക്കാൻ ദമ്പതികളെ പ്രേരിപ്പിക്കുന്ന ആശയപ്രചരണവും റഷ്യ നിരോധിച്ചു. ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, റഷ്യയിൽ പുതിയ നിയമം വരുന്നു. കൂടുതൽ വിശദാംശങ്ങൾ. തീർച്ചയായും വിനോദ്, ഏറെ പ്രത്യേകതയുള്ള ഒരു നിയമനിർമ്മാണമാണ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 2012 തന്നെ അമേരിക്ക ഇത്തരത്തിൽ കുട്ടികളെ ദത്തെടുക്കുന്നത്, ഈ ലിംഗമാറ്റ ശസ്ത്രക്രിയ നിയമാനുസൃതമായ രാജ്യങ്ങൾ റഷ്യൻ കുട്ടികളെ ദത്തെടുക്കുന്നത് തടഞ്ഞുകൊണ്ടൊരു നിലപാട് 2012 തന്നെ റഷ്യ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് ശേഷമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നിരവധി യൂറോപ്യൻ രാജ്യങ്ങളും ഏതാണ്ട് 15ഓളം രാജ്യങ്ങൾ ഇത്തരത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിയമം റഷ്യ പാസ്സാക്കിയിരിക്കുന്നത്. ഇന്നലെയാണ് റഷ്യ പാസ്സാക്കിയ നിയമം പുടിൻ ഒപ്പുവെക്കുകയും ചെയ്തത്. ഈ നിയമം നിലനിൽക്കുന്നത്, അതായത് അർജൻറ്റീന, അതുപോലെ തന്നെ കാനഡ, ഓസ്ട്രേലിയ, വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ നിയമാനുസൃതമായ രാജ്യങ്ങളിലെ പൗരന്മാർ കുട്ടികളെ ദത്തെടുക്കുന്നത് തടയുന്നതിനുള്ള സമഗ്രമായ നിയമമാണ് ഇപ്പോൾ റഷ്യ പാസ്സാക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രധാന നിയമം കൂടി റഷ്യ പാസ്സാക്കി എന്ന് നമുക്ക് വാർത്തകളിലൂടെ അറിയാൻ സാധിക്കുന്നത്, കുട്ടികളില്ലാതെ ജീവിക്കാൻ ദമ്പതികളെ പ്രേരിപ്പിക്കുന്ന ആശയപ്രചരണ രീതി, അത് പലതരത്തിലുള്ള ആശയപ്രചരണ രീതികളെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ കുട്ടികളില്ലാതെ ജീവിക്കാമെന്ന ഒരു ആശയപ്രചരണ ശൈലി റഷ്യയിൽ നടത്തുന്നവർക്ക് $50,000 പിഴയിടും എന്ന് പറയുന്ന ശക്തമായൊരു നിയമം കൂടിയാണ്. അത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ചില ഉദ്ദേശങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം നടത്തുന്നത്. റഷ്യയുടെ ജനസംഖ്യ മനഃപൂർവ്വം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നൊരു നിരീക്ഷണമാണ് ഈ രണ്ട് നിയമനിർമ്മാണങ്ങളുടെയും പിന്നിലുണ്ടായിരിക്കുന്നത്.